കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെ നമ്മൾ പറയും. നല്ല ഭംഗിയുള്ള നാടാണ്, കായലുകളും പച്ചപ്പുമൊക്കെ ആയിട്ട്. പക്ഷേ ഈ കാണുന്ന സൗന്ദര്യത്തിന് പിന്നിലുണ്ടല്ലോ, തലമുറകളായി നമ്മൾ കേട്ടുവളർന്ന പേടിപ്പിക്കുന്ന ചില കഥകളുണ്ട്. രക്തമൂറ്റി കുടിക്കുന്ന യക്ഷികളുടെ, ദുർമന്ത്രവാദം ചെയ്യുന്നവരുടെ, പിന്നെ പ്രതികാരം ചെയ്യാൻ വരുന്ന പ്രേതങ്ങളുടെയുമൊക്കെ കഥകൾ. അപ്പോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഭയങ്ങളൊക്കെ മലയാള സിനിമയെ ലോകത്തിലെ തന്നെ കിടിലൻ ഹൊറർ പാരമ്പര്യങ്ങളിലൊന്നാക്കി മാറ്റിയത് എന്ന്. ഓക്കെ, അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. സിനിമ എന്നത് ഒരു സംസ്കാരത്തിന്റെ ആത്മാവിലേക്കുള്ള കണ്ണാടിയാണെന്ന് പറയാറുണ്ട്, അല്ലേ? അങ്ങനെയെങ്കിൽ ഒരു നാടിന്റെ ഉള്ളിലുള്ള പേടിയെ അതേപോലെ വെള്ളിത്തിരയിൽ കാണിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? പതിറ്റാണ്ടുകളായി മലയാള സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ്. അത് നമ്മുടെയൊക്കെ സമൂഹത്തിന്റെ ഉള്ളറകളിലേക്ക് ഒരു ടോർച്ചടിച്ചു നോക്കുന്നത് പോലെയാണ്. അപ്പോ ഈ പേടിയൊന്നും വെറുതെ കെട്ടുകഥകളായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല കേട്ടോ. കേരളത്തിൽ പല സ്ഥലങ്ങളും അവിടുത്തെ പ്രേതകഥകളുടെ പേരിൽ ശരിക്കും ഫേമസാണ്. തിരുവനന്തപുരത്തെ ബോണക്കാട് ബംഗ്ലാവ് മുതൽ വയനാട്ടിലെ ലക്കിടി വരെ. ഈ സ്ഥലങ്ങൾക്കെല്ലാം പറയാൻ ഓരോ ഐതിഹ്യങ്ങളുണ്ട്. സിനിമ എടുക്കുന്നവർക്ക് ഇതിലും വലിയ പ്രചോദനം വേറെ കിട്ടാനില്ല. അപ്പോ നമുക്ക് മലയാളം ഹൊററിലെ ഏറ്റവും ഐക്കോണിക്കായ, ഏറ്റവും അട്രാക്റ്റീവായ ഒരു രൂപത്തിലേക്ക് കടക്കാം: യക്ഷി. ഇപ്പൊ യക്ഷി എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലോട്ട് വരുന്നതെന്താ? വെളുത്ത സാരിയൊക്കെ എടുത്ത് പനയുടെ മുകളിൽ നിന്ന് കാല് താഴോട്ടിട്ടിരിക്കുന്നൊരു രൂപം, അല്ലേ? പുരുഷന്മാരെ വശീകരിച്ച് കൊല്ലുന്നൊരു ഭീകരരൂപം. പക്ഷേ പുരാണങ്ങളിൽ യക്ഷി അങ്ങനെയല്ലായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു ദിവ്യജീവിയായിരുന്നു, സൗന്ദര്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ പ്രതീകം. അപ്പോ ഈ സൗന്ദര്യത്തിന്റെ പ്രതീകമായിരുന്ന ഒരാള് എങ്ങനെയാ പുരുഷന്മാരുടെ പേടിസ്വപ്നമായി മാറിയത്? അതാണ് ഇവിടുത്തെ ചോദ്യം. ഈ മാറ്റം ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. 1968 യക്ഷി എന്ന സിനിമയിലൊക്കെ യക്ഷി എന്ന് പറയുന്നത് നായകന്റെ മനസ്സിന്റെ ഉള്ളിലെ പേടിയുടെ ഒരു പ്രതീകം മാത്രമായിരുന്നു. എന്നാൽ ആകാശഗംഗ പോലെയുള്ള സിനിമകൾ വന്നപ്പോഴേക്കും കഥയാകെ മാറി. പാശ്ചാത്യ സിനിമകളിലെ പോലെയുള്ള പ്രേതങ്ങളുടെ സ്വഭാവങ്ങളൊക്കെ യക്ഷിക്ക് കിട്ടി. അവൾ പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രം തിരിച്ചു വരുന്നൊരാത്മാവായി. ഒരുപക്ഷെ സ്ത്രീകളുടെ ശക്തിയെപ്പറ്റി ഒരു സമൂഹത്തിനുണ്ടായിരുന്ന പേടിയും ആകാംക്ഷയുമൊക്കെ ആവാം ഈ മാറ്റത്തിനു പിന്നിൽ, അല്ലേ? പക്ഷേ എന്ന് സ്വന്തം ജാനകിക്കുട്ടി വന്നതോടെ ഈ കളിയങ്ങ് മാറി. ആദ്യമായിട്ട് യക്ഷിയെ ഒരു സ്ത്രീയുടെ കണ്ണിലൂടെ കാണിച്ചു, ഒരു കൂട്ടുകാരിയായിട്ട്. പുരുഷന്മാരെല്ലാം പേടിച്ചിരുന്ന അതേ രൂപത്തിന് ഒരു സ്ത്രീയുടെ സൗഹൃദം കിട്ടിയപ്പോൾ പുതിയൊരർത്ഥം കിട്ടി. അത് യക്ഷിയെക്കുറിച്ചുള്ള നമ്മുടെ പരമ്പരാഗതമായ ഭയങ്ങളെ തന്നെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഈ യക്ഷിയെ വിട്ട് നമുക്ക് കേരളത്തിലെ ഹൊറർ പാരമ്പര്യത്തിലെ അടുത്തൊരു പവർഫുൾ എലമെന്റിലേക്ക് പോകാം: ദുർമന്ത്രവാദം. ഇതിന്റെ വേരുകൾ പോകുന്നത് അങ്ങ് അഥർവവേദം വരെയാണ്. നോക്കൂ, ഈ വിശ്വാസങ്ങൾക്ക് കൃത്യമായൊരു സിസ്റ്റം തന്നെയുണ്ടായിരുന്നു. ഒരാൾക്ക് സമാധാനം കൊടുക്കുന്ന ശാന്തി പോലെയുള്ള നല്ല കാര്യങ്ങൾ മുതൽ ഒരാളെ ഇല്ലാതാക്കാൻ വരെ ഉപയോഗിക്കുന്ന മാരണം പോലുള്ള ഭീകരമായ കാര്യങ്ങൾ വരെ അതിലുണ്ട്. ഓരോന്നിനും അതിൻ്റേതായ ലക്ഷ്യങ്ങളും രീതികളുമുണ്ട്. അതുതന്നെയാണ് അതിനെ കൂടുതൽ പേടിപ്പെടുത്തുന്നതും. മലയാള സിനിമ ഈ ആശയങ്ങളെയൊക്കെ പൊളിച്ചടുക്കി എന്ന് തന്നെ പറയാം. വയനാടൻ തമ്പാൻ എന്ന സിനിമയിൽ എപ്പോഴും ചെറുപ്പമായിരിക്കാൻ വേണ്ടി കന്യകകളെ ബലി കൊടുക്കുന്ന ഒരു മന്ത്രവാദിയെ നമ്മൾ കണ്ടു. അധർമ്മത്തിലാണെങ്കിൽ ആരും പഠിക്കാൻ പാടില്ലാത്ത അറിവ് നേടാൻ ശ്രമിക്കുന്നത് എങ്ങനെ ഒരു വിനാശത്തിൽ അവസാനിക്കുമെന്ന് കാണിച്ചു തന്നു. അപ്പോൾ ഇവിടുത്തെ ഭയം വെറും മന്ത്രവാദത്തിൽ നിന്നല്ല, സമൂഹത്തിലെ നിയമങ്ങൾ ലംഘിക്കുന്നതിലുള്ള നമ്മുടെ ഉള്ളിലെ പേടിയിൽ നിന്നുകൂടിയാണ് വരുന്നത്. പക്ഷേ മലയാളം ഹൊററിന്റെ യാത്ര അവിടെയും നിന്നില്ല. പ്രേതങ്ങളെയും മന്ത്രവാദങ്ങളെയും ഒക്കെ വിട്ട് അതിനേക്കാളൊക്കെ എത്രയോ ഭയപ്പെടുത്തുന്ന ഒരിടത്തേക്ക് സിനിമ സഞ്ചരിച്ചു, നമ്മുടെ സ്വന്തം മനസ്സിനകത്തേക്ക്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഏറ്റവും വലിയ ഭീകരൻ പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണെങ്കിലോ? ഈ ഒരു ചോദ്യം മലയാള സിനിമയുടെ ദിശ തന്നെ മാറ്റി. പുറത്തുള്ള ഭീഷണികളേക്കാൾ നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ എത്രത്തോളം ഭീകരമാണെന്ന് സിനിമകൾ കാണിച്ചു തന്നു തുടങ്ങി. ഇതിന്റെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിളാണ് മണിച്ചിത്രത്താഴ്. ഒറ്റനോട്ടത്തിൽ അതൊരു പ്രേത സിനിമയാണ്, ശരിയാണ്. പക്ഷെ കുറച്ചുകൂടി ആഴത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അത് ഗംഗയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ഒരു ട്രോമയുടെ കഥയാണ്. ഇവിടുത്തെ പ്രേതം പുറത്തല്ല, ഉള്ളിലാണ്. നമ്മുടെ ഓർമ്മകളിലും വേദനകളിലുമാണ് ഏറ്റവും വലിയ രാക്ഷസൻ ഒളിച്ചിരിക്കുന്നതെന്ന ആശയം മലയാള സിനിമയെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയി. സിനിമയിലെ ഈ മാനസിക വിഷയങ്ങൾക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സമാനമായ അവസ്ഥകളുണ്ട്. സ്ലീപ്പ് പാരാലിസിസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഉറക്കത്തിൽ എഴുന്നേൽക്കാൻ പറ്റാതെ നെഞ്ചത്താരോ കേറിയിരിക്കുന്ന പോലെയൊക്കെ തോന്നുന്ന ഒരവസ്ഥ. അതനുഭവിക്കുന്ന ഒരാൾക്ക് അതൊരു പ്രേതബാധയായി തോന്നിയാൽ അത്ഭുതമില്ല. മനസ്സിനും ഭീകരസ്വത്വത്തിനുമിടയിലുള്ള വര എത്ര നേർത്തതാണെന്ന് ഇത് കാണിച്ചു തരുന്നു. അപ്പോ ഈ പാരമ്പര്യമൊക്കെ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു. 21ാം നൂറ്റാണ്ടിൽ ഭയത്തിന് പുതിയ, നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത രൂപങ്ങൾ വന്നു. യക്ഷികളിൽ നിന്നും മന്ത്രവാദങ്ങളിൽ നിന്നും തുടങ്ങിയ നമ്മുടെ ഹൊറർ സിനിമയുടെ യാത്ര സൈക്കോളജിക്കൽ ത്രില്ലറുകളിലേക്കും
പിന്നെ ഇൻഗോസ്റ്റ് ഹൗസിൻ പോലെയുള്ള കോമഡി ഹൊററിലേക്കും വഴിമാറി. ഇപ്പോൾ നമ്മൾ കാണുന്നത് നയൻ പോലെയുള്ള ആസ്ട്രോഫിസിക്സ് സിനിമകളും കോൾഡ് കേസ് പോലെയുള്ള ക്രൈം ത്രില്ലറുകളുമൊക്കെയാണ്. ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാകുന്നത്? നമ്മുടെ പേടികളും കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ പ്രേതങ്ങളും യക്ഷികളും ദുർമന്ത്രവാദികളും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഭീകരന്മാരുമൊക്കെ ശരിക്കും ഇവരൊക്കെ നമ്മളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ജെഫ്രി ജെറോം കോഹൻ എന്നൊരു ചിന്തകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഭീകരസത്വങ്ങളെ ഉണ്ടാക്കുന്നത് നമ്മൾ ജീവിക്കുന്ന സമൂഹം തന്നെയാണ്. അതുകൊണ്ട് അവയെ ആ സമൂഹത്തിൽ നിന്നും അടർത്തി മാറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് നോക്കൂ, ഇത് നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ക്ലിയറാക്കും. വശീകരിക്കുന്ന യക്ഷി ശരിക്കും പ്രതിനിധീകരിക്കുന്നത് ഒരു പുരുഷാധിപത്യ സമൂഹത്തിന് സ്ത്രീയുടെ ശക്തിയോടുള്ള പേടിയെയാണ്. ദുർമന്ത്രവാദിയോ അത് ജാതി പോലുള്ള സാമൂഹിക നിയമങ്ങൾ തെറ്റിക്കുന്നതിലുള്ള ഭയത്തെയും. അപ്പോൾ ഓരോ ഭീകരരൂപത്തിനു പിന്നിലും സമൂഹത്തിന്റെ ഓരോ പേടിയുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മലയാളം ഹൊറർ സിനിമകൾ വെറുതെ നമ്മളെ പേടിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്. അത് കേരളമെന്ന സമൂഹത്തിൻ്റെ ഉള്ളിലുള്ള പേടികൾ, ഉത്കണ്ഠകൾ, അതായത് ലൈംഗികത, ജാതി, മരണം, എന്തിനധികം നമ്മുടെ മനസ്സിനെക്കുറിച്ച് തന്നെയുള്ള ഭയങ്ങളെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനീ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരികയാണ്. മലയാള സിനിമ കേരളത്തിൻ്റെ ഉള്ളിലെ ഭയങ്ങൾ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ സംസ്കാരത്തിലെ ഹൊറർ സിനിമകൾ എടുത്തു നോക്കിയാൽ അത് നിങ്ങളുടെ സമൂഹത്തെക്കുറിച്ച് എന്തൊക്കെ രഹസ്യങ്ങളായിരിക്കും പറഞ്ഞു തരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ.